ഒരു AI ടൂൾ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഒറ്റ AI ടൂൾ കൊണ്ട് ചെയ്യാൻ സാധിക്കും. ChatGPT ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് കുറേ ആളുകൾ ഇപ്പോഴും ChatGPTൻ്റെ പുറകെ പോവണ്ട എന്നല്ല. പക്ഷേ ജെമിനൈയിൽ ഗൂഗിൾ നമുക്ക് ആവശ്യമുള്ള മിക്ക ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടായിട്ടാണ് ജെമിനൈനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കുറേ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ജെമിനൈൻ്റെ എല്ലാവിധ സവിശേഷതകളെക്കുറിച്ചുമാണ് പറയുന്നത്. നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. എന്തിനാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുമ്പോഴാണ് ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ ഈ ഒരു ടൂളിനെ ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ള ചിന്ത വരുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം, തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. സ്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോൻ്റെ സ്പീഡ് കൂട്ടാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ജെമിനൈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. നമുക്കിത് ആപ്പായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും, വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം ചെറിയൊരു ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെയാണ് നമ്മൾ ഈ ഒരു ആഡ് ഫയലിലാണ് നമ്മൾ എന്തെങ്കിലും ഫയലുകൾ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഈ ഒരു ടൂൾസ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിൽ ഓരോ ടൂളിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇൻ്റലിജൻസ് മാറ്റാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്, ഫാസ്റ്റ്, തിങ്കിങ്, പ്രോ. അതായത് നമ്മൾ ഓരോ ആവശ്യത്തിനും ഇതിൻ്റെ ഓരോ ടൂളുകളാണ് അല്ലെങ്കിൽ ഓരോ ഇൻ്റലിജൻസ് കപ്പാസിറ്റിനെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ആ ഒരു ഇൻ്റലിജൻസ് കപ്പാസിറ്റിയിലേക്ക് ഇതിനെ മാറ്റണം. ഇപ്പം നമുക്ക് ഡീപ്പ് ലെവലിലുള്ള റിസർച്ച് വേണമെന്നുണ്ടെങ്കിൽ പ്രോ വേർഷനോ തിങ്കിങ് വേർഷനോ ഒക്കെ ഉപയോഗിക്കാം. നമ്മൾ നോർമൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് വേർഷൻ ഉപയോഗിച്ചാൽ മതി. ഇനി നമ്മൾ ഒന്നാമത്തെ ഫംഗ്ഷനിലേക്ക് കിടക്കുന്നത് ഇതാണ്, ക്രിയേറ്റ് ഇമേജസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ്. അതിൻ്റെ ടൂളിൽ പോയിട്ട് ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും മുമ്പ് പല കാര്യങ്ങൾക്കും ഒരു പ്രൊഫഷണൽ ഡിസൈനറെ സമീപിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും സമീപിക്കേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ഒരു പോസ്റ്റർ നിർമ്മിക്കേണ്ട ആവശ്യം ഉണ്ടാവാം. ആ സമയത്ത് നമ്മൾക്ക് ഒരു ഡിസൈനറെ സമീപിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഞാനിവിടെ സിമ്പിളായിട്ടൊരു മലയാളത്തിലുള്ള കണ്ടൻറ്റ് കൊടുത്തു. അതായത് ഒരു സ്കൂൾ വാർഷികവും AI ലാബ് ഉദ്ഘാടനവും, പിന്നെ അതിൻ്റെ മുഖ്യ അതിഥി, ഉദ്ഘാടനം ആരാണ്, ഏവർക്കും സ്വാഗതം എന്ന് കൊടുത്തു. ശേഷം ഞാനിതിൽ കൊടുക്കേണ്ട 2 പിക്ചേഴ്സും ഞാനിതിൽ അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു സിമ്പിളായിട്ടൊരു പോസ്റ്റർ നിർമ്മിച്ച് തരാൻ പറഞ്ഞു. അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടോ. അതായത് നമ്മൾക്ക് ഇനി മുതൽ ഒരു സിമ്പിളായിട്ടുള്ള പോസ്റ്റേഴ്സ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഈസി ആയിട്ട് ഇതിൻ്റെ ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നിർമ്മിക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു പ്രത്യേകത. ഇതിൽ ചില ആളുകൾക്ക് മലയാളം കിട്ടുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫാസ്റ്റിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ മംഗ്ലീഷിലാണ് ടെക്സ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കാം. രണ്ടാമത് നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ചെറിയ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഡോക്യുമെൻ്റ് ഉണ്ട്, അതിൽ നിന്ന് സിഗ്നേച്ചർ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റ് മാറ്റുക, അങ്ങനെ കുഞ്ഞു എഡിറ്റിംഗ് എന്നല്ല, നല്ല രീതിയിലുള്ള എഡിറ്റിംഗ് തന്നെ സിമ്പിളായിട്ട് ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തു. അതിന് ശേഷം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്ത് തരാൻ പറഞ്ഞു. സിമ്പിളായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തന്നു. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചെറിയ ഫംഗ്ഷനുകളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഹൗസ് വാമിങ്, ബർത്ത്ഡേ പാർട്ടി, മറ്റു പാർട്ടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്യാൻവ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാൻ പറ്റും. പക്ഷേ ക്യാൻവ ഉപയോഗിച്ച് നിർമ്മിക്കുമ്പോഴും നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഇത് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് ഞാനിവിടെ എന്ത് ചെയ്തു, ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാൻ പറഞ്ഞു. ശേഷം ഞാനൊരു ഫോട്ടോ 2 പിക്ചർ കൊടുത്തു. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് എനിക്ക് ഒരു പോസ്റ്റർ നിർമ്മിച്ച് തരേണ്ടത് എന്ന് പറഞ്ഞു. ദ റിസൾട്ട്. അപ്പം നമുക്കിതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഇതിലുള്ള ചേഞ്ചുകൾ, ഇപ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടി, അപ്പോൾ നമുക്കിതിൻ്റെ ടൈറ്റിൽ മാറ്റണം. അങ്ങനെ എന്ത് കാര്യവും നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കിതിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചത്, ഞാൻ ഇത്തരത്തിലുള്ള എക്സാമ്പിൾ കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സ് ആ രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് കാണിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾക്ക് കുറേ ആളുകൾ ലോക്കൽ ചെറിയ ബിസിനസ്സുകൾ നടത്തുന്നുണ്ടാവും. അവർക്കൊക്കെ ചെറിയ ഓഫർ പോസ്റ്റേഴ്സ് നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ ആ സമയത്തും ഇപ്പോൾ ഇവിടെ പച്ചക്കറി 20% വിലക്കുറവിലുള്ള ഒരു പോസ്റ്റർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിലൊരു ടെക്സ്റ്റ് കൊടുത്തതാണ്. അതിൻ്റെ റിസൾട്ടൊക്കെ ആണെങ്കിൽ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ നമുക്ക് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ചില സമയത്ത് നമ്മൾക്ക് ഓരോ ഡയമെൻഷനിലായിരിക്കും വേണ്ടത്. ചിലപ്പോൾ വാട്സപ്പ് സ്റ്റോറി, തംബ്നെയിൽ സൈസ്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്കിതിന് പ്രോംപ്റ്റ് കൊടുക്കാം. അതായത് ഇന്ന സൈസിലാണ് നമുക്ക് ഈ ഒരു പോസ്റ്റർ വേണ്ടത് എന്നുകൂടി നമുക്ക് പറയാം എന്നുള്ളത് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു, നമുക്ക് വ്യത്യസ്ത രീതികളിൽ ഇമേജുകൾ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു പ്രത്യേകതയിലേക്ക് കിടക്കാം. രണ്ടാമത്തെ
പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഈ ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻവാസ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഈ ക്യാൻവാസ് എന്നുള്ളത്. അത് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് പലപ്പോഴും പ്രസൻറ്റേഷനൊക്കെ നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമ്മളെപ്പോഴും പവർ പോയിൻ്റ് ആണ് ഉപയോഗിക്കൽ. ഇപ്പോൾ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പവർ പോയിൻ്റ് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ഗാമ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ള ആളുകൾക്ക് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഗാമയാണെങ്കിൽ ചിലപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും. ഇവിടെ ഒന്നും ആവശ്യമില്ല. വളരെ ക്വിക്കായിട്ട് ഒറ്റ AI ടൂളിൽ നമുക്ക് പ്രസൻറ്റേഷൻ ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ പ്രസൻറ്റേഷൻ നിർമ്മിക്കേണ്ട കണ്ടന്റ് ഞാൻ ChatGPT വെച്ചിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ മലയാളത്തിലുള്ള പ്രസൻറ്റേഷനാണ് ഞാൻ നിർമ്മിക്കാനുള്ള പ്രോംപ്റ്റ് കൊടുത്തു. അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ നമുക്ക് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്ര അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് നമുക്ക് നിർമ്മിച്ച് തന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുള്ളവർക്ക് ആ വീഡിയോ പോയിട്ട് കാണാവുന്നതാണ്. ഇത് നമുക്ക് ചില സമയത്തിൽ ഇതിൽ അഡീഷണൽ ചേഞ്ചസ് വരുത്തുന്നുണ്ടാവും. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കാം, അല്ല നമുക്കിതിൽ മാനുവലായിട്ട് ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ടു സ്ലൈഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സ്ലൈഡിൽ നമുക്കിത് പോയിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിൻറ്റിൻ്റെ അതേ സ്ഥാനത്ത് നിൽക്കുന്ന ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ ടൂളാണ് പവർ പോയിൻറ്റ് സ്ലൈഡ്. അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് സ്ലൈഡ് വെച്ച് കഴിഞ്ഞാൽ മാനുവലായിട്ട് ഇതിലെല്ലാ ചേഞ്ചും നമുക്ക് അവിടെ പോയിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമുക്കിത് PDF ആയിട്ടും വളരെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രസൻറ്റേഷൻ വളരെ ക്വിക്കായിട്ട് നിർമ്മിക്കാൻ സാധിക്കും. പ്രസൻറ്റേഷൻ മാത്രമല്ല ക്യാൻവാസ് വെച്ചിട്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുക. ബാക്കി എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കിയാലോ. ഇതിപ്പോൾ ഞാൻ ആ സെയിം കോണ്ടന്റിനെ പ്രോംപ്റ്റ് കൊടുത്ത ശേഷം ക്യാൻവാസ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഈ ഓപ്ഷനിൽ പോയിട്ട് ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ടൂൾസിൽ പോയിട്ട് ക്യാൻവാസ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവർ ഇത് ഒരു ക്യാൻവാസ് രീതിയിലേക്ക് ഈ ടെക്സ്റ്റിനെ മാറ്റി തന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഗൂഗിൾ ഡോക്കിൽ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡിലൊക്കെ എഡിറ്റ് ചെയ്യുമല്ലോ, നമ്മൾ ഫോണിൻ്റെ സൈസ് കൂട്ടുക, ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റുക, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇത് കുറേ ആളുകൾക്ക് അറിയില്ല. കുറേ ആളുകൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ ഡോക്കിലോ വേർഡിലോ പോയിട്ട് എഡിറ്റ് ചെയ്യുന്ന രീതി കാണാറുണ്ട്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇതിൻ്റെ ഫോണ്ട് ബോൾഡ് കുറക്കണമെന്നുണ്ടെങ്കിൽ Ctrl+B കൊടുത്തു കഴിഞ്ഞാൽ ബോൾഡ് പോകും. ഇനി നമുക്കിതിൻ്റെ പാരഗ്രാഫ് അലൈൻമെൻറ്റ് അങ്ങനെ ഓരോ ഫംഗ്ഷനും ബോൾഡ്, ഇറ്റാലിക്സ്, ഹെഡിങ്, അങ്ങനെ കുറേ ഫംഗ്ഷൻസ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയാണ്. ക്യാൻവാസിൻ്റെ മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ചില സമയത്ത് നമുക്ക് PDF ആയിട്ടുള്ള മലയാളത്തിലുള്ള PDF, ഇംഗ്ലീഷിലുള്ള PDFകളൊക്കെ കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ ഗൂഗിൾ ഡോക്കിലേക്കൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അഡോബിൻ്റെ അക്രോബാറ്റിൻ്റെ ഒക്കെ പെയ്ഡ് വേർഷൻസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ അപ്പോൾ പോലും നമുക്ക് റിസൾട്ട് കിട്ടില്ല. അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഈ ജെമിനിയിൽ ക്യാൻവാസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് PDF ഫയലാണോ അതിവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുക, ശേഷം നമ്മളിതിന് ഗൂഗിൾ ഡോക്ക് ഫയലിലേക്ക് ആക്കി തരാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഗൂഗിൾ ഡോക്കിൽ നമുക്ക് കിട്ടും. അത് ഇതിൻ്റെ എടുത്ത് പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ നമ്മൾക്ക് വെബ് പേജ് നിർമ്മിക്കാൻ പറ്റും ക്യാൻവാസ് വെച്ചിട്ട്. അത് എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഭാഗത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഇൻഫോഗ്രാഫിക്സ്, ക്വിസ്, ഫ്ലാഷ് കാർഡുകൾ, ഓഡിയോ ഓവർവ്യൂ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും പഠന റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വായിക്കാൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അതൊരു വായിക്കാനുള്ള മൂഡില്ലെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ ആണ്, അതായത് 2 പേര് നിങ്ങൾക്ക് അത് ക്ലാസ് എടുത്ത് തരുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ ഓവർവ്യൂ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾക്ക് ഇനി ക്വിസുകൾ നിർമ്മിക്കണമെങ്കിൽ അതും ഇവിടെ ചെയ്യാൻ പറ്റും. ഇനി ഇൻഫോഗ്രാഫിക്സ് നിർമ്മിക്കണമെങ്കിൽ അതും ഇവിടെ ചെയ്യാൻ പറ്റും. വെബ് പേജിനെ കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറേ ആളുകൾക്ക് വെബ്സൈറ്റുകൾ നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടാകും. ഇനി വെബ്സൈറ്റ് മാത്രമല്ല, ജസ്റ്റ് നമുക്കൊരു വെബ് ആപ്പ് അല്ലെങ്കിൽ ചെറിയ ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ, അത് നിർമ്മിക്കണമെങ്കിലും നമുക്ക് ഈ വെബ് പേജ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ക്യാൻവാസ് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ സിമ്പിളായിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്തു. ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് എന്താ വെച്ചാൽ ലക്ഷ്യയും കാറ്റലിസ്റ്റും പോലെ മറ്റൊരു കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ദ CA എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊരു വെബ്സൈറ്റ് നിർമ്മിക്കണം. എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ലക്ഷ്യയും അലയൻസിൻ്റെയും വെബ്സൈറ്റുകൾ അനാലിസിസ് ചെയ്തിട്ട് SEO ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻ്റ് ഉള്ള ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചു തരുമെന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
ആ ഒരു പ്രോംപ്റ്റിന് കിട്ടിയ വെബ്സൈറ്റാണ്. നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഹോം പേജ് ഇതാണ്. ഷേപ്പ് യുവർ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ വിത്ത് ദ CA. ഈ ഒരു വെബ്സൈറ്റ് അത് നമുക്കിനി ഒരു വെബ്സൈറ്റ് ഡിസൈനറെ കൊണ്ട് ഇത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് AI വെച്ചിട്ട് ഉപയോഗിക്കേണ്ട ഓപ്ഷൻസ് ഉണ്ട് നിലവിൽ. പക്ഷെ അത് എത്രത്തോളം പ്രൊഫഷണൽ ലെവലിൽ കിട്ടും എന്നുള്ളത് നമ്മൾ നോക്കണം. ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്കിവിടെ എന്താ വെച്ചാൽ ഒരു വെബ്സൈറ്റിൻ്റെ മോഡൽ നിർമ്മിച്ച് തന്നു. SEO ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് പോലും നമുക്ക് നിർമ്മിച്ച് തന്നു. അതായത് നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ പോയി അനാലിസിസ് ചെയ്ത് റിവ്യൂ ചെയ്ത് ഉണ്ടാക്കേണ്ടതൊക്കെ വളരെ ഈസി ആയിട്ട് ഇവർ തന്നെ നിർമ്മിച്ച് തന്നു എന്നുള്ളതാണ്. നമുക്ക് എബൌട്ട് അസ് ഉണ്ട്, കോഴ്സുകളുണ്ട്, സക്സസ് സ്റ്റോറീസ് ഉണ്ട്, എല്ലാം ഇവർ ഈസി ആയിട്ട് നമുക്കത് ഇതിന് നിർമ്മിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ക്യാൻവാസിൻ്റെത്. അടുത്തത് നമ്മൾ ജെമിനിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്വൽ ലേ ഔട്ട് എന്നുള്ള പുതിയൊരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. ഈ വിഷ്വൽ ലേ ഔട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരു വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ നിർമ്മിച്ചു തരികയാണെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ട് നമുക്കത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഹാബിറ്റാണ് ജീവിതത്തിൽ വിജയത്തിന് കാരണം എന്നുള്ള ഒരു വിഷയം ഞാൻ കൊടുത്തിട്ട് ഞാൻ ഈ വിഷ്വൽ ലേ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വായിക്കേണ്ട രീതിയിലാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു വിഷ്വൽ ലേ ഔട്ട് നിർമ്മിച്ച് തന്നു. ഇനി എനിക്കിതിൽ ഓരോന്നും നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇത് ഓരോന്നായിട്ട് നമുക്ക് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. നമ്മൾ അതിൽ ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വിത്ത് ഇൻഫോഗ്രാഫിക്സ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് വെറും ടെക്സ്റ്റ് മാത്രമല്ല, നമുക്ക് ഓരോ ആവശ്യത്തിനും വേണ്ട കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു വിഷ്വൽ ലേ ഔട്ട് വെച്ചിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഞാനിവിടെ പറയുന്ന ഓരോ എലമെൻറ്റും എൻ്റെ പേഴ്സ്പെക്റ്റീവ് വെച്ചിട്ടാണ്. നിങ്ങളാണ് ചിന്തിക്കേണ്ടത് എനിക്കിത് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ പീക്ക് ലെവലിൽ ഉപയോഗിക്കാൻ സാധിക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്യാൻവാസിൽ നമുക്ക് ഈ ക്വിസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ക്വിസ് നിർമ്മിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ക്രിയേറ്റീവായിട്ടുള്ള വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഇൻ്ററാക്റ്റീവ് ക്വിസ് ബോർഡ് നമുക്ക് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് പോകാം. അപ്പോൾ തെറ്റും ശരിയും നമുക്ക് കാണിച്ചു തരും. ലാസ്റ്റ് നമുക്കിതിൻ്റെ സ്കോർ അടക്കം കാണിച്ചു തരും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ക്യാൻവാസ് വെച്ചിട്ട് നമുക്ക് അനേകം ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ക്യാൻവാസിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. അടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് VO3. VO 3.1. അതായത് നമ്മൾ നേരത്തെ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തല്ലോ, അതേപോലെ നമുക്ക് ഈസി ആയിട്ട് വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നെക്സ്റ്റ് കാണിച്ചിരുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് VO3 എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ പല വിധത്തിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ചെറിയ ബിസിനസ് ആവട്ടെ, അത് നിങ്ങൾക്കൊരു ഡിസൈനറുടെയും വീഡിയോ എഡിറ്ററുടെയും ഒന്നും ആവശ്യമില്ലാതെ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ബിസിനസ്സിന് അഡ്വർടൈസ് ചെയ്യേണ്ട വീഡിയോസ് നമുക്ക് നിർമ്മിച്ചു തരാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു പ്രോംപ്റ്റ്, ഇതിന് കൊടുക്കേണ്ട പ്രോംപ്റ്റ് ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് നിർമ്മിച്ചത്. ഞാൻ പറഞ്ഞു എൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ വീഡിയോ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പ്രോംപ്റ്റ് നീ നിർമ്മിച്ച് തരണം എന്ന് പറഞ്ഞു. അത് പ്രോംപ്റ്റ് നിർമ്മിച്ച് തന്നു. അതിന് ശേഷം എനിക്ക് നിർമ്മിച്ച് തന്ന ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം. അതായത് ഇത് കേക്കിൻ്റെ ഒരു ആഡ് റൺ ചെയ്യണം, അതിന് വേണ്ട വീഡിയോ ആണ് നിർമ്മിച്ച് തരാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി, അതായത് ഇത് വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോസിന് നിർമ്മിക്കാൻ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൽ VO3 അല്ലെങ്കിൽ ക്രിയേറ്റീവ് വീഡിയോസ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷന്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ്. അടുത്ത നെക്സ്റ്റ് നമ്മൾ ജെമിനിയിലുള്ള മറ്റൊരു ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഡീപ്പ് റിസർച്ച് എന്നുള്ളത്. ഡീപ്പ് റിസർച്ച് ശരിക്ക് ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങൾക്കാണ് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു 5 വർഷത്തിന് ശേഷം ഉള്ള ഒരു ബിസിനസ് ലാൻഡ്സ്കേപ്പ് എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്കൊരു ഡീപ്പായിട്ട് റിസർച്ച് നടത്താം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ റിസർച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ ഭാവിയിലുള്ള നമ്മൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട സ്കില്ലുകൾ ഏതൊക്കെ എന്നുള്ളതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്താൻ പറഞ്ഞു. ഏകദേശം 100-100ഓളം വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ റിസർച്ച് പേപ്പറുകൾ അനാലിസിസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണിത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്കില്ലുകൾ വേണം, ഇതിൽ എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം.
നമ്മളിപ്പോൾ പുതിയ ജോബുകൾ നോക്കണമെന്ന് പറയുമ്പോഴാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഒക്കെ നല്ല സാധ്യതയുള്ള മേഖലയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പഠനം വെച്ചിട്ട് പറയുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അത്ര സാധ്യതയുള്ള സാധനമൊന്നും അല്ല, അതിനൊക്കെ സിമ്പിളായിട്ട് AI റീപ്ലേസ് ചെയ്യും. പുതിയ സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് പുതിയ കുറേ സ്കില്ലുകളെ കുറിച്ച് ഇത് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് ഡീപ്പായിട്ട് റിസർച്ച് നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇത് ബിസിനസ്സുകാർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, കരിയർ ജോബ് ചെയ്യുന്ന എംപ്ലോയീസിന് എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ടൂളാണ് ഡീപ്പ് റിസർച്ച്. നമ്മൾ അനേകം റിസർച്ച് പേപ്പറും ലൈബ്രറിയിൽ വെബ്സൈറ്റുകളൊക്കെ ഡീപ്പ് ഡൗൺ പോയി റിസർച്ച് ചെയ്യുന്നതൊക്കെ വിത്ത് എ സിമ്പിൾ ചാറ്റ് ബോർഡ് വി ഗോയിങ് ടു ഗെറ്റ് എവറിത്തിങ് വിത്തിൻ എ സെക്കൻഡ്. അതാണ് ഡീപ്പ് റിസർച്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഗൈഡഡ് ലേണിംഗ്. ഗൈഡഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പുതിയൊരു കാര്യം പഠിക്കണം എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിനോട് പറയാം എനിക്ക് ഇന്ന കാര്യം പഠിക്കണം എന്നുള്ള ഒരു സിമ്പിൾ പ്രോംപ്റ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഒരു ഗൈഡായിട്ട് നമ്മുടെ കൂടെ അങ്ങനെ പോരും. അപ്പോൾ അത് ആദ്യം ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. എന്നിട്ട് നെക്സ്റ്റ് ചോദിക്കും ഇതിൽ നിങ്ങൾക്ക് ഏതാണ് കൺഫ്യൂഷൻ ഉള്ളത്, അല്ലെങ്കിൽ ഏതിനെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ അറിയേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ഇൻഫർമേഷൻസ് തരും. അതായത് നമുക്കൊരു ഗൈഡ് ഒപ്പം നിന്നിട്ട് ഒരു പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് ഈ ഗൈഡഡ് ലേണിംഗ് എന്നുള്ള ഈ ഒരു ഫീച്ചർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫീച്ചറിലേക്ക് പോകാം. ജെമിനിയിലുള്ള മറ്റൊരു എടുത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ജെംസ് എന്നുള്ളത്. അത് നമുക്കിവിടെ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജെംസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൻ്റെ 2 തരത്തിലാണ് ജെംസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. ഒന്ന്, നമ്മുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചാറ്റ് ബോട്ടുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ന്യൂ ജെം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു ജെം, അതായത് നമുക്ക് ഓരോ ആവശ്യങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ ആ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചാറ്റ് ബോട്ടുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ജെംസുകളെ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതല്ല, ഇപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജെംസ്, പിന്നെ ഇഗ്നോ ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു ജെംസ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ അറിയാൻ മാത്രം ഒരു ജെം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകളുണ്ട്, അപ്പോൾ ആ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അതിനായിട്ടുള്ളൊരു ചാറ്റ് ബോർഡ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴും ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവും. പക്ഷേ ഈ ജെമ്മിൽ നമ്മൾ ഓൾറെഡി എന്തിനാണ് ഈ ജെം ഉപയോഗിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും അഡീഷണൽ ഇൻഫർമേഷൻസ് കൊടുക്കേണ്ട. ഇതിൻ്റെയും ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ ഡിഫോൾട്ടായിട്ട് ഇവർ തരുന്ന ഒരുപാട് ജെംസുകളുണ്ട്. അതായത് നമുക്ക് ബുക്കുകളെക്കുറിച്ച് കണ്ടെത്താൻ, മാർക്കറ്റിംഗ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അത്രത്തോളം ഡിഫോൾട്ടായിട്ടുള്ള ഒരുപാട് ജെമ്മുകൾ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ജെമിനിയിൽ എടുത്ത് പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ്. അപ്പം നിലവിൽ ഫോണിൻ്റെ ആപ്പിൽ മാത്രം ലഭ്യമായിട്ടുള്ള 2 ഫംഗ്ഷൻ കൂടിയുണ്ട് ജെമിനിയിൽ. ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോഴൊക്കെ ഇതൊക്കെ മാറാം. അപ്പം നിലവിൽ എന്ന് അത് എടുത്തു പറയാണ്. ഇവിടെ താഴെ നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ കാണാൻ സാധിക്കും. ഇത് ലൈവ് ഇൻട്രാക്ഷൻ ഫംഗ്ഷൻ ആണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ടൂൾ വെച്ചിട്ട് നമുക്ക് ഒരുപാട് രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഒന്ന്, ഒരു ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് ഭാഷകൾ പഠിക്കാനും ഇത് വെച്ചിട്ട് ഇതിനൊരു ലാംഗ്വേജ് പാർട്ണറായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമുക്ക് റോൾ പ്ലേകൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് ഇദ്ദേഹമാണ് നമ്മളൊരു ഇൻ്റർവ്യൂ നടത്തുന്ന ഒരാളായിട്ട് നമുക്ക് ഒരു റോൾ പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു പേഴ്സണൽ മെൻറ്റർ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇഫ് യു ഡോണ്ട് ഫീൽ ഗുഡ്, നിങ്ങൾക്ക് ഒരു ഗുഡ് തോന്നുന്നില്ലെങ്കിൽ, നിങ്ങൾ അതിൻ്റെ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോകുന്നില്ലെങ്കിൽ, ചെറിയൊരു ഇതിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു മെൻറ്ററൊക്കെ ആയിട്ട് കണക്കാക്കിയിട്ട് ഇതിനോട് ഇൻറ്ററാക്റ്റീവായിട്ട് സംസാരിക്കാൻ പറ്റും. അങ്ങനെ അനേകം ഫീച്ചേഴ്സ് ഈ ഒരു ലൈവ് ഇൻട്രാക്ഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് സ്ക്രീന് ഷെയർ ചെയ്യാൻ പറ്റും. സ്ക്രീന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീന് ഷെയർ ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ നിങ്ങൾ ക്യാൻവയോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൂള് നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒപ്പം നിന്നിട്ട് ഒരാളെ ഇൻസ്ട്രക്ഷൻസ് തന്നാൽ എങ്ങനെ ഉണ്ടാവും, അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആ സ്ക്രീൻ ഷെയറിങ്. അത് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ ഇപ്പോൾ ക്യാൻവ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഇതിനോട് ഇങ്ങനെ ചോദിക്കുക ഇതിൻ്റെ കളർ എങ്ങനെ മാറ്റുക, കളർ മാറ്റാൻ ഏത് ടൂളാണ് ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഇവിടെ ഈ വീഡിയോ ഓൺ ആക്കുന്ന ഒരു ഫംഗ്ഷൻ കൂടി നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കുക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ അത് അനേകം ഫീച്ചേഴ്സ് ഉണ്ട്. എന്ത് ചെയ്യുമ്പോഴും നമ്മൾക്ക് ഒരാൾ ഇത് കണ്ടിട്ട് ഒരാൾ ഓരോന്ന് പറഞ്ഞു തരികയാണ്. ഇപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ
ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ചിലപ്പോൾ മേ ബി ഈ വീഡിയോൻ്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് കുക്കിംഗ് അറിയാത്ത ആളുകൾക്കും കുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അനേകം ഫീച്ചേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമ്മളാണ് ഇതൊക്കെ നമുക്കിത് ഏത് രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളുടെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക, പോയി കാണുക. അപ്പോൾ ഇതേപോലെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമതൊരു കാര്യം, നിങ്ങളുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റിലൂടെ പറയാൻ മറക്കരുത്. എത്രത്തോളം നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളായി എന്നുള്ളതും പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.